സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1610 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ടിന്റെ രണ്ടാം ഗഡുവായി 1396 രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിന്റെ അഞ്ചാം ഗഡു 214 കോടി രൂപയുമാണ് അനുവദിച്ചത്. സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, സംസ്ഥാനത്ത് ഉടനീളമുള്ള വികസനത്തിന്റെ ഭാഗമായിട്ടാണ്, വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കൂടുതൽ ഫണ്ട് നൽകിയിട്ടുള്ളത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വിശദീകരിച്ചത്? ക്ഷമിക്കണം, സുലേഖയല്ല, ഷീജയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷീജ, പറയൂ വിശദാംശങ്ങൾ. വിനിഷ, സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1610 കോടി രൂപയാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ടിന്റെ രണ്ടാം ഗഡുവായി 1396 കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിന്റെ അഞ്ചാം ഗഡുവായി 214 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. രണ്ടിലും കൂടി ഗ്രാമപഞ്ചായത്തുകൾക്ക് 1029 കോടി രൂപയായിരിക്കും ലഭിക്കുക. അതേസമയം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 87 കോടി രൂപയും ജില്ലാ പഞ്ചായത്തുകൾക്ക് 172.87 കോടി രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് 219.83 കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് 101.35 കോടി രൂപ എന്ന രീതിയിലായിരിക്കും ലഭിക്കുക. നേരത്തെയും കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ തുക സംസ്ഥാന സർക്കാർ ധനവകുപ്പ് അനുവദിച്ചു വരികയായിരുന്നു. അതായത് വികസന ഫണ്ടിന്റെ ഒന്നാം ഗഡുവായി 2150 കോടി രൂപ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുമുണ്ട്. ഇതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 1610 കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത്. ശരി, ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.